പൈസ ഉണ്ടാക്കാനാണ് എല്ലാവരും ഓടുന്നത്, ജീവിതത്തിൽ ഓടുന്നത്. വീട് വിട്ട്, ഭാര്യനെ വിട്ട്, മക്കളെ വിട്ട് പൈസ ഉണ്ടാക്കാൻ. 20 വർഷം ഗൾഫിൽ പോയി തൊലച്ചങ്ങോട്ട് കളഞ്ഞു. ലൈഫ് ഉണ്ടാക്കാതെ പോയി പൈസ ഉണ്ടാക്കാൻ നോക്കി, പൈസ ഉണ്ടായില്ല, ലൈഫ് ഉണ്ടായില്ല. ഇപ്പൊ എന്താ ചെയ്യണത്? ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ലക്ഷങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം 3 വർഷം കഴിയുമ്പോൾ കേൾക്കാം, ഒരു നെഫ്രോളജിസ്റ്റിനൊന്ന് കാണിച്ചാളി എന്ന് പറയും. നെഫ്രോളജി പറയും, വെള്ളം ഒന്നും കുടിക്കരുത് കേട്ടോ. എന്താ ഇപ്പൊ ഇതുവരെ ശ്രദ്ധിച്ചില്ലേ? സർ ഗൾഫിലായിരുന്നു. ഗൾഫിലാണെന്ന് വിചാരിച്ചിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? 2 മക്കളെ കെട്ടിച്ച കടം, പ്രാരാബ്ധം, വിഷമങ്ങൾ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ വിഷമമൊന്നും കിഡ്നിക്ക് അറിയില്ല. നിങ്ങൾ വെള്ളം കുടിക്കരുത്, അത്രേ ഉള്ളൂ. നിങ്ങളെ കിഡ്നിക്ക് ഈ വിഷയമൊന്നും അറിയില്ല. നിങ്ങൾ ഇനി വെള്ളം കുടിക്കണ്ട. കിഡ്നി രണ്ടും പോയി അരിപ്പകളൊക്കെ അടഞ്ഞുപോയി എന്ന് പറയുന്നൊരവസ്ഥ. പടച്ച തമ്പുരാൻ നമുക്ക് ആരോഗ്യവും ദൈർഘ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ മൈ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ അനുഭൂതി, സ്വന്തം ശരീരത്തിന് വലിയ പ്രൊട്ടക്ഷൻ നൽകുന്ന സെല്ലുകൾക്ക്, രക്തത്തിന്, മജ്ജക്ക്, എല്ലിന്, മുടിക്ക്, മുഖത്തിന്, ശരീരത്തിന്, മാനസിക നിലയിൽ എല്ലാത്തിനും ആരോഗ്യം തരുന്ന ഒരു പ്രൊഡക്റ്റുകൾ നൽകുന്ന പ്രൊഡക്റ്റ് കമ്പനിയായത്. അതും തന്നെ ഉണ്ടാക്കുന്നത് ആരാണ്? ഇന്ന് ഇന്ത്യയിൽ എന്നല്ല, ഇന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ലോകത്ത് എല്ലാവിധ അഭിമാനത്തോടെയും പറയാൻ പറ്റും, DB അനന്തനാരായണൻ നേതൃത്വം നൽകുന്ന വലിയൊരു സയന്റിസ്റ്റ് പാനൽ. അവിടെ ഉണ്ടാക്കുന്നിടത്തേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് വലിയ പ്രൊട്ടക്ഷൻ ആണ്. കാരണം ലോകാരോഗ്യ സംഘടനയുടെ സയന്റിസ്റ്റ് വിങ് നേതൃത്വം നൽകുന്ന സ്ഥലമാണ്. അവിടെ ഫുള്ള് തല മൊട്ടയടിച്ചിട്ടല്ലാതെ കടന്നു ചെല്ലാൻ പറ്റൂല പുറത്തുനിന്ന് ഒരാൾ വന്നാല്. കാരണം എന്താ? ഒരു മുടി പോലും അവിടെ കൊഴിയാൻ പാടില്ല. ഹൈജീനിക് പ്രൊട്ടക്ഷൻ ആണ് അവിടെ. കാലിന്റെ അടിയിൽ എന്തെങ്കിലും വൃത്തികേട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ചില ശാസ്ത്രീയമായ വളർച്ചയുടെ ഭാഗമായി അതൊക്കെ നഷ്ടപ്പെട്ടു. നമ്മുടെ ശരീരത്തിലുള്ള നമ്മളെ വസ്ത്രത്തിലുള്ള മാലിന്യമൊക്കെ ഓട്ടോമാറ്റിക്കലി ആണ് നശിക്കും അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ. കാരണം അത്രയും പ്രൊട്ടക്റ്റഡ് ആ ഭാഗം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും വെജാണ്, വെജിറ്റേറിയൻ ക്യാപ്സൂൾസ് ആണ്. ക്യാപ്സൂളിന്റെ ക്യാപ്പ് പോലും വെജിറ്റേറിയൻ ആണ്. അത് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയും പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ ജലാറ്റിൻ ക്യാപ്സൂൾ കഴിച്ചാൽ അത് ദഹിക്കാതെ കുടലിൽ ഒട്ടിപ്പിടിച്ചും മറ്റും ദിവസങ്ങൾ അവിടെ കിടക്കും. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ്. കാരണം അത് ആവശ്യമുള്ളതല്ല, അത് ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ജലാറ്റിൻ ക്യാപ്സൂൾ. പക്ഷെ ആ പോയ സ്ഥലത്ത് അത് അവിടെ കിടക്കും കുറെ. എന്നാൽ അങ്ങനെയല്ല നമ്മുടെ വെജ് ക്യാപ്സൂളുകൾ. അങ്ങനെ ക്യാപ്സൂൾ ഒന്നും ഇല്ലാതെ തന്നെ, അതിൻ്റെ ഉള്ളിൽ മരുന്നൊന്നും നിറക്കാതെ തന്നെ വെറും ക്യാപ്സൂളിന്റെ ആ ക്യാപ്പിന് തന്നെ നല്ല വില കൊടുക്കണം. പിന്നെ കമ്പനിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ? കമ്പനിക്ക് അതിനൊക്കെ വില കുറച്ച് വാങ്ങാൻ അറിയാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ സാധാ ജലാറ്റിൻ ക്യാപ്സൂൾ തന്നെ ഇറക്കിയാൽ പോരെ അവർക്ക്? എന്തിനാ എത്ര ഇടങ്ങറാവണ്? പൈസ ആകും, ജനങ്ങൾ ഇത് വാങ്ങൂല എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ ജനങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത് കഴിച്ചാൽ ഗുണം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കണം. മനസ്സിലായില്ലേ? കഴിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവണം, ദോഷം ചെയ്യരുത്. കഴിക്കണില്ലാത്തതിന് എന്ത് പറയാൻ പറ്റും? ഒരാൾ രാവിലെ കിടന്നുറങ്ങാണ്, നീപ്പിച്ചിട്ടും വിളിച്ചിട്ടും എഴുന്നേൽക്കണില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഉറങ്ങുന്ന ആളല്ലേ വിളിച്ചോണ്ടാൻ പറ്റുള്ളൂ. അഭിനയിക്കുന്ന ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞെടുക്കും, ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കും, പള്ളവേദന ഉണ്ട്, തലവേദന ആണ് എന്നൊക്കെ പറയും. അഭിനയങ്ങൾക്കല്ലേ അവിടെ പ്രാധാന്യം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിക്കാൻ ഉദ്ദേശിച്ച ഒരാൾ, ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് പൈസ പോയി എന്ന് അവന്റെ ശരീരം പറയരുത്. പൈസ പോയി എന്ന് അവൻ പിന്നീട് പറയരുത്. എനിക്കതുകൊണ്ട് ഗുണം ഉണ്ടായില്ല എന്ന് അവൻ പിന്നീട് പറയരുത്. എന്നാൽ ഞാൻ പറയട്ടെ, ചില ആൾക്കാർക്ക് ഇന്ന ഉൽപ്പന്നത്തിന് നമ്മളൊരു ഉൽപ്പന്നം കൊടുത്തു, ഇന്ന രോഗത്തിന്, പക്ഷെ അത് മാറിയില്ല. അത് മാറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ശരീരം അത് മാറ്റണതിന് മുമ്പ് വേറെ എന്തോന്ന് മാറ്റണം എന്ന് അവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഒരു എഞ്ചിനീയറെ വിളിച്ചു, എഞ്ചിനീയറോട് നമ്മൾ പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു വീട് വെക്കണമെന്ന്. എഞ്ചിനീയർ അന്ന് വീട് കൊടുന്നാട് വെച്ച് തരിക? അവിടെ ആദ്യം കാട് വെട്ടി വൃത്തിയാക്കാൻ പറയും വന്നിട്ട്, അല്ലേ? നമ്മളതിന് JCB വിളിക്കണം. അപ്പൊ ഞാൻ എന്നോട് വീട് ഉണ്ടാക്കാനല്ലേ പറഞ്ഞു, JCB കൊണ്ടുവരാനാ പറഞ്ഞതെന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിനകത്തൊരു ഉൽപ്പന്നം കൊടുത്താൽ ആ ഉൽപ്പന്നത്തിന്റെ പവർ കൊണ്ട് ശരീരം ഡിറ്റക്ട് ചെയ്ത് ശരീരം മനസ്സിലാക്കുകയാണ് ഇതെന്റെ കുടലാണ് ക്ലീൻ ആക്കുന്നത്. ഇപ്പൊ എന്റെ മുഖത്ത് ആ കല പോവാനൊന്നും നോക്കണ്ട, എന്റെ മുഖക്കുരു മാറാനൊന്നും ആയിട്ടില്ല, കുടലിൽ തന്നെ ദോഷങ്ങൾ കുറെ കിടക്കണം, അതൊന്ന് ശരിയാക്കട്ടെ ആദ്യം. അപ്പൊ 2 ആഴ്ച എന്നുള്ളത് 3 ആഴ്ച 3 മാസം വരെ അവിടെ പണിയെടുക്കാണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു പണിയെടുത്ത് നോക്കിയിട്ട് ആ പണി നമ്മൾ വിചാരിച്ച മാതിരി തീർന്നിട്ടുണ്ടാവും. 10,000 ഉറുപ്പ്യക്ക് ഒരു പണി തുടങ്ങാൻ തീരുമാനിച്ചു, മനസ്സിലായല്ലേ? 10,000 ഉറുപ്പ്യക്ക് ഒരു പണിയെടുക്കാൻ തീരുമാനിച്ച 10,000 ഉറുപ്പ്യക്ക് അത് എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? ഇല്ല. അത് 30,000-ത്തിലേക്കാണ് പോകും പ്ലാൻ.
ഇപ്പൊ ഞാൻ കാർ ഷെഡ് ഉണ്ടാക്കാൻ വിചാരിച്ചതാ. നോക്കുമ്പോ അവിടെ 40,000 റുപ്യയുടെ ഒരു സിസ്റ്റം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 1,00,000 മേലേക്കായി. എന്താ ചോദിച്ചാൽ അതുമായി ബന്ധപ്പെടുന്ന അനേകം സിസ്റ്റങ്ങൾ, മാറ്റങ്ങൾ ഇങ്ങനെ വരും മൈൻഡിൽ പിന്നീട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയണേ, ഈ മൈ ലൈഫിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിലെ ഏറ്റവും മുന്തിയ ആനുകൂല്യം ആരോഗ്യം. വെൽത്ത് എന്നാൽ ഹെൽത്ത് ആണ് നമ്മൾ പഠിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോ ഇൽനെസ് ടു വെൽനെസ് എന്ന് പറയണമെങ്കിൽ ഇൽനെസ് അവസ്ഥയിൽ നിന്ന് വെൽനെസ് അവസ്ഥയിലേക്ക് മാറ്റുകയാണ് ഈ ലോകത്തെ തന്നെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ സമൂഹത്തിനെ, നിങ്ങളെ വീട്ടുകാരെ, നിങ്ങളെ മക്കളെ, നിങ്ങളെ മക്കളുടെ മക്കളെ പടിപടിയായി ഒരു ആരോഗ്യത്തിന്റെ തീരം കാട്ടിത്തരുകയാണ് മൈ ലൈഫ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടായാൽ നിങ്ങളെ ഡോക്ടറെ കാണാൻ പോവോ? ലിവഗൈൻ വാങ്ങി കഴിക്കൂ? നിങ്ങൾക്ക് പല്ലുവേദന തോന്നിയാൽ നിങ്ങൾ റെഡ് പേസ്റ്റ് ഒന്ന് മാറ്റി മറ്റൊരു പേസ്റ്റ് മാറ്റി നോക്കി അതൊന്നാക്കി ഇതൊന്നാക്കി ഇങ്ങനെ പരീക്ഷിച്ച് ആ വേദന ഇല്ലാതാക്കാൻ നോക്കുവോ? അല്ലെങ്കിൽ പല്ല് ഡോക്ടറെ കാണാൻ പോവോ? നമുക്കറിയാം നമ്മുടെ കയ്യിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ അതിന് പ്രതിവിധി ഉണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യൂല? ഡോക്ടറെ അടുത്ത് പോകൂല. എന്നാൽ അത്യാഹിത ഘട്ടത്തിൽ ഡോക്ടറെ അടുത്ത് പോകണം. അത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടക. ചികിത്സ എന്നുള്ളത്, രോഗിയാണെങ്കിൽ ചികിത്സിക്കണം. പക്ഷെ രോഗിയാണെങ്കിൽ രോഗകാരണത്തെ കണ്ടെത്താൻ നോക്കണം. ആദ്യം രോഗിയാണെങ്കിൽ രോഗത്തിന്റെ കാരണത്തെ കണ്ടെത്താൻ നോക്കണം. അപ്പോ ജസ്റ്റ് 1 മിനിറ്റ്. രോഗിയാണെങ്കിൽ രോഗത്തിന്റെ കാരണം, എനിക്കിപ്പോ വയറുവേദന വന്നു. വയറുവേദനന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? വയറിന്റെ വേദന അജീർണമാണ്. ഇന്ന് ഭക്ഷണം കഴിച്ചത് ദഹിച്ചിട്ടില്ല, ഇന്നലെ കഴിച്ചതും ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് വയറുവേദന മാത്രമല്ല, ശോധന സ്റ്റക്കാവും. ഓരോ ദിനവും റൊട്ടീനായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടത് ശരീരത്തിന് കിട്ടി, വേണ്ടാത്തത് മാലിന്യമായി പുറന്തള്ളപ്പെടണം. ഇതാണ് ജീവിതം. എനിക്ക് നിങ്ങളോടൊക്കെ ഈ മഴക്കാലം എന്ന നിലയിലല്ല, നിങ്ങൾക്ക് നല്ല ആരോഗ്യം ശ്രദ്ധിക്കുന്നവരെന്ന നിലയിൽ ചില ടെസ്റ്റുകൾ പറയാനുണ്ട്. അതൊക്കെ എഴുതി വെച്ചോളൂ. ഇതൊക്കെ ഒന്ന് ശരീരത്തിന് നല്ലതാ. ഒരു വർഷത്തിന് നമ്മളത് ചെയ്യണം. എന്നിട്ട് ഞാൻ രോഗിയല്ലാന്ന അവസ്ഥയിലേക്ക് പോണ. ഒരു പ്രമേഹം വന്നിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയൂല. പ്രമേഹം വന്നിട്ട് ഇപ്പൊ ഒരു ആട്ടിൻകുട്ടി ഒരു കിണറിന്റെ ഭാഗത്ത് പുല്ല് തിന്നാണ്, വള്ളിപ്പുല്ല് തിന്നാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കിണറിന്റെ ഭാഗത്ത് പൊട്ടൻ കിണറാണെങ്കിലും അടിയിലേക്ക് ദീർഘമായി നോക്കിയാൽ കാണുന്ന വലിയ അഗാധമുണ്ടെങ്കിലും ആട്ടിൻകുട്ടി പെട്ടെന്നൊന്നും പിന്മാറൂല. അതിന് കിട്ടുന്നിടത്തോളം അത് കഴിക്കും. അവസാനം ഒരു കാൽമുട്ട് മടക്കി ഇരുന്ന് ശരീരത്തിന്റെ മുക്കാ ഭാഗം കിണറിലേക്ക് തൂങ്ങിക്കിടന്നാലും അതിന്റെ കിട്ടുന്ന പുല്ല് അതെടുക്കും. അതിന്റെ അപ്പുറം അത് പോവില്ല. പിന്നെ അത് പിറകിലേക്ക് പോകും. കാരണം എന്താ? ഇനി പോയാൽ ജീവിതം അപകടം. എന്ന പോലെ ഞാൻ നിങ്ങളോട് പറയണം, ഒരാൾ ഡയബറ്റിക് ആകുന്നതിന് മുമ്പ് 2-3 ഘട്ടം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അയാൾ ഡയബറ്റിക് ആകുന്നത്. ഡയബറ്റിക് ആയാൽ റിവേഴ്സ് ബുദ്ധിമുട്ടാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. പ്രീ ഡയബറ്റിക് സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ റിവേഴ്സ് ചെയ്യാൻ തയ്യാറാവണം. അപ്പൊ ഒരു വിദഗ്ധനായ ഡോക്ടർ പറയണ എണ്ണക്കടികൾ ഒഴിവാക്കണം. എണ്ണക്കടി ഒഴിവാക്കിക്കോളാം സർ, നിങ്ങൾ കുറച്ച് നടക്കണം, നടന്നോളാം സർ. അവസാനം നമ്മൾ ഒരാൾ പറഞ്ഞുകൊടുത്ത് കീഴടങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ചില ടെസ്റ്റുകൾ ആവശ്യം. അതിനെല്ലാരും എഴുതി വെക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് FBS ആണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതൊന്ന് നോക്ക്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ നമ്മൾ ചെയ്തേക്കണം. അത് ലെസ് ദാൻ 100, 100ന്റെ താഴെയാണെങ്കിൽ നമുക്ക് രോഗമൊന്നും ഇല്ല എന്ന് കരുതാം. എന്നാൽ PBS ഉണ്ട്. PBS എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. അത് ലെസ് ദാൻ 140 ആണ്. 140ന്റെ താഴെയാണെങ്കിൽ ആരോഗ്യപരമായ ജീവിതമാണെന്ന് കരുതാം. ഭക്ഷണം കഴിച്ച് കൃത്യം 2 മണിക്കൂറിൽ തന്നെ നോക്കണം അത്. എന്നാല് പ്രീ ഡയബറ്റിക് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയബറ്റിക് അല്ല കേട്ടോ, ഇപ്പോഴൊന്നും ഡയബറ്റിക് ആയിട്ടില്ല. നമ്മൾ പറഞ്ഞതൊക്കെ നോർമലാ. ഇനി പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഏതാ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നോക്കിയിട്ട് പ്രീ ഡയബറ്റിക് ടെസ്റ്റിൽ 100, 126 വരെയൊക്കെ എന്ത് ചെയ്യാം, പോവാം. 100, 126 വരെയൊക്കെ ഡയബറ്റിക്കിന്റെ മുമ്പുള്ള അവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ട്.
എന്നാൽ അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലോ ഈ പ്രീ ഡയബറ്റിക് അവസ്ഥ 100 മുതൽ 199 വരെയും പോവാം. 200ലേക്ക് പോയാൽ നിങ്ങൾ പ്രമേഹ രോഗിയായി. പിന്നെ റിവേഴ്സിലേക്ക് പ്രധാനപ്പെട്ട അവസ്ഥയിൽ വരാൻ കഴിയൂല. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ടെസ്റ്റ് CBC എന്ന് പറയും. CBC എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് പറഞ്ഞാൽ ഒരു രക്തത്തിലെ പ്രധാനപ്പെട്ട കൗണ്ടുകളൊക്കെ ഒന്ന് നോക്കുക. അത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. നമ്മൾ ഫീലിംഗ് ക്യാപ്സൂള്, ഫീലിംഗ് ലിക്വിഡ് ഒക്കെ കഴിക്കുന്നത് ഈ RBCനും WBCനും പ്ലേറ്റ്ലെറ്റ്സിനെയും കൊണ്ടുവരാനാണ്. അപ്പോ യഥാർത്ഥത്തിലുള്ള ഒരു ബ്ലഡ് കൗണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മുടെ ശരീരത്തിൽ ശരിക്കും പ്രവർത്തിക്കുന്നില്ലേ എന്ന് നോക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിലെ വീക്കവും അണുബാധയും ഒക്കെ തിരിച്ചറിയാൻ ESR ഒന്ന് നോക്കുക. വെറുതെ അത് വാദാണെന്ന് പറഞ്ഞ് വാദത്തിന് മരുന്ന് കഴിക്കാൻ പോവല്ല. അണുബാധ വല്ലതും ഉണ്ടോ എന്ന് അറിയണം. ഈ നീരിന്റെയും ഈ പ്രശ്നത്തിന്റെയും ഈ വേദനയുടെയും ഒക്കെ കാരണത്തിലേക്ക് നമ്മൾ പോവണമെങ്കിൽ, ശരീരത്തിലെ വീക്കം എന്തുകൊണ്ട്, അണുബാധ എന്തുകൊണ്ട് എന്നൊരു ഡോക്ടർക്ക് നിരീക്ഷിക്കാൻ കഴിയണമെങ്കിൽ ESR ഒക്കെ നോക്കണം. പിന്നെ നമ്മൾ വൃക്കകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ ലെവൽ ഒന്ന് നോക്കണം. ഇപ്പൊ പല ആളുകൾക്കുള്ളതാട്ടോ, നമ്മളൊന്നും ശരീരം നോക്കിയിട്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ വിചാരിച്ചത് വെഞ്ചതല് പോലെയാണ് ഈ പ്രമേഹം എന്ന് പറഞ്ഞ സാധനം. കാണുന്ന മരത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. കാണുന്ന മരത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് നിലമ്പൂർ തേക്കിന്റെ തൈകൾ വാങ്ങി. തൈകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെമ്പ്. ഞാൻ അവരോടത് കുഴിച്ചിടേണ്ട രൂപം ചോദിച്ചു. അവര് പറഞ്ഞു വലിയ തടം എടുത്ത് വലിയ കുണ്ടുണ്ടാക്കി 2 അടി നീളവും വീതിയൊക്കെ ഉള്ള വലിയ കുണ്ടിൽ കുഴിച്ചിടരുതേ, അങ്ങനെ ആയാലും അത് ഉണ്ടാവൂല കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ ഉണ്ടാവുക? ഒരു ഇരുമ്പിന്റെ കമ്പി ഇങ്ങനെ താത്തുക, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറക്കിയിട്ടുണ്ട് എടുത്തിട്ട് അതിലാണ്ട് കുടുക്കി കുഴിച്ചിട്ടാ മതി, നല്ല ടൈറ്റിൽ നിന്നോട്ടെ, മണ്ണ് ഇളക്കരുത് കേട്ടോന്ന്. അതാ അതിനെപ്പറ്റി അറിയണമല്ലോ, അത് പറഞ്ഞു തന്നു. എനിക്ക് 2 കാക്കാർ അതിനെപ്പറ്റി നന്നായിട്ട് വിശദീകരിച്ചു. അപ്പൊ ഞാൻ നിങ്ങളെ കൈ കൊണ്ട് 2 തൈ എടുത്ത് എന്റെ കയ്യിൽ വെക്കി, നിങ്ങളെ കൈ കൊണ്ട് 2 എടുത്ത് വെക്കി, നിങ്ങൾ ഈ തന്ന അറിവിനൊക്കെ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറയാണ്, ഞാൻ ചോദിച്ചു ഇത് എപ്പോഴാണ് വെട്ടാനാവുക? 25 വർഷമാവും. എന്നാൽ ഒരു കുട്ടി ജനിച്ചാൽ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ കൊണ്ടുവരുന്ന വർഷം തികയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാ, കുട്ടി ജനിച്ച സന്തോഷത്തിന് ഒരു തേക്കിൻ സ്റ്റെമ്പ് കൊഴിച്ചിട്ടോ ആ കുട്ടിനെ കെട്ടിക്കാനാകുമ്പോഴേക്കിനും എല്ലാ പഠനം കഴിഞ്ഞാലും ആ 4 തേക്ക് വിറ്റാൽ കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് കുറെ സ്ഥലം ഉണ്ടാവും. ഹജ്ജിനോ അത് പോവില്ല, എന്നാ പാവങ്ങളെ നോക്കൂല്ല. എന്തിന് പറ്റും? നമ്മളെ പേരക്കുട്ടിയെങ്കിലും നല്ലത് പറഞ്ഞിട്ട് വീടിനെങ്കിലും വാതിലുണ്ടാക്കി, കട്ടിലുണ്ടാക്കി, ജനവാതിലുണ്ടാക്കി അവർ നല്ലത് പറയാൻ ഒരു അവസരം ഉണ്ടാക്കാൻ ഒരു 10 സ്റ്റെമ്പ് കുഴിച്ചു വെക്ക്. ഞാനൊക്കെ ഏകദേശം 20 വർഷം മുമ്പ് 100 തെങ്ങിൻ തൈ വെച്ച്, നല്ല 100 സ്റ്റെമ്പ് ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ കോളേജില്, ഞാൻ പഠിക്കണ കോളേജില് ഇന്നിപ്പോ 10-60 തേക്ക് മരങ്ങൾ നിൽക്കണാണ്. അത് 2 വട്ടം വെട്ടിയിട്ട് അതിന്റെ തൈകൾ വീണ്ടും ഉണ്ടായി വന്നു തുടങ്ങി. 2 വട്ടമല്ല, 1 വട്ടം വെട്ടിപ്പത് ഇപ്പൊ തൈകളായി പിന്നെയും വരാൻ തുടങ്ങി. 20-23 വർഷം മുമ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് ഞാൻ പറയാം, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളി. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടെന്ന്. കോളേജിന് എത്ര ലക്ഷങ്ങൾ കിട്ടിയതുകൊണ്ട് തേക്ക് വിറ്റപ്പോ. അതാരോ ചെയ്താലല്ലേ ഉണ്ടാവുള്ളൂ. ഇന്നലെ ഞാൻ വീണ്ടും തൈകൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്, ഒരു 12 തൈ. തൈയാണ് എനിക്കല്ല, എൻ്റെ അയൽവാസിക്ക് കൊടുക്കാന്, എൻ്റെ ജ്യേഷ്ഠന് കൊടുക്കാൻ, എല്ലാരും ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ ഉണ്ടാക്കൂല, ഞാൻ അത്ര മെയിൻ്റെ, എല്ലാവർക്കും കൊടുക്കുള്ളൂ. അപ്പൊ ക്രിയാറ്റിൻ ലെവൽ ഒന്ന് നോക്കണേ. ഞാൻ പറഞ്ഞല്ലോ, പ്രമേഹം വന്നാൽ വെഞ്ചതിൽ പോലെ തേക്കിലേക്ക് ഓർമ്മ വരാൻ കാരണം ചില തേക്കൊക്കെ കച്ചവടമാക്കണ സമയമുണ്ട്. തേക്ക് കച്ചവടമാക്കാൻ, എൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിലൊരു തേക്ക് ഉണ്ടായിരുന്നു. ആ തേക്കിന് കച്ചവടമാക്കാൻ വന്നപ്പോ 4 ലക്ഷമാണ് കച്ചവടം പറഞ്ഞത്. എത്രമാത്രം വീതിയുള്ള വലുപ്പമുള്ള എത്ര കച്ചവടക്കാർ വന്നിട്ടുണ്ട് അവിടെ. സത്യത്തിൽ തേക്കിന്റെ ഉള്ളിലെ കാതലൊക്കെ എന്ത് കൊണ്ടുപോകും? വെഞ്ചതൽ കൊണ്ടുപോകും. അതേപോലെ കാണുന്ന ചിരിയും കളിയും പാട്ടും ഗുസ്തിയും തമാശയും കളരിയും കുംഫും ഒക്കെ നിൽക്കും. നിങ്ങളെ ഹാർട്ട് വർക്ക് ചെയ്യണില്ലെങ്കിൽ, നിങ്ങളെ ഹൃദയം വർക്ക് ചെയ്യണില്ലെങ്കിൽ, നിങ്ങളെ കരള് വർക്ക് ചെയ്യണില്ലെങ്കിൽ, നിങ്ങളെ രക്തത്തിന്റെ സ്വഭാവം കാണിക്കുന്നില്ലെങ്കിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ നിന്നു പോകും. അതിനു മുമ്പ് ഈ ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്യും. ഇതിനൊക്കെ പറ്റിയ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ടല്ലോ. സന്തോഷമല്ലേ? നമ്മളെ കമ്പനിക്ക് ഒരു നല്ല ലൈക്ക് കൊടുക്കുക എല്ലാവരും.
എത്ര മർമ്മം നോക്കിയ കമ്പനി മുന്നോട്ട് പോകണമെന്ന് അറിയാം. സുന്ദരമായ കാഴ്ചപ്പാടുള്ള ഒരു കമ്പനിയിലാണ് നമ്മളൊക്കെ വന്നപ്പെട്ടിട്ടുള്ളത്. പിന്നെ SGPT, SGOT നോക്കണം. SGPT എന്തിനാ നോക്കണം? നമ്മൾ ലിവറിന്റെ ഫംഗ്ഷൻ ഒക്കെ കറക്റ്റ് ആണോ നോക്കാനാണ്. LFT എന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയാം. അതല്ല നമ്മൾ പറഞ്ഞത്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോ അതിൽ ധാരാളം ടെസ്റ്റുകൾ വരാനുണ്ട്. ബിലിറൂബിൻ വരും, SGOT വരും, SGPT എന്ന് നോക്കും. അതില് യെല്ലോ ബൈലാണ്, ബൈലിന്റെ അതായത് നമ്മളെ കളർ, വിത്തത്തിന്റെ കളറ്, മൂത്രത്തിന്റെ കളറ് ഒക്കെ നോക്കാണ്ട്. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കരളിന്റെ പ്രവർത്തനം കറക്റ്റ് ആണോന്ന് SGPTയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കുള്ള ലിവർ 500-ലധികം ധർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ വലിയൊരു സാധന ലിവർ അല്ലേ. കരളെ പൊന്നെ എന്നൊക്കെ വിളിക്കാറില്ല നമ്മള്. ആ കരള്, ആ ലിവർ ഉണ്ടല്ലോ, ലിവർ 500-ലധികം ധർമ്മം നിർവഹിക്കുന്ന വലിയ ശരീരത്തിലെ ഒരു ഫാക്ടറിയാണ്. ആ ലിവറിന്റെ അടിയിൽ തൂങ്ങിക്കിടക്കുന്ന റിലേറ്റഡ് ഓർഗനാണ് പിത്തസഞ്ചി. അതിലാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ പോലും 100 കല്ലുകൾ വന്ന് നിറയുന്ന അവസ്ഥയിൽ ശരീരം മലീമസമാണ്. അതിനെ രക്ഷപ്പെടുത്താൻ പിന്നെ കഴിയില്ല. അത് വെട്ടിമാറ്റാനേ പറ്റുള്ളൂ. എന്നാലും വലിയ സന്തോഷം, സഫീനത്ത് എന്ന് പറയുന്ന നമ്മുടെ ടീമിലെ ഒരു പെൺകുട്ടി, അവർക്ക് ലിവറിലല്ല പിത്തസഞ്ചിയിൽ കുറെ കല്ലുണ്ടായിരുന്നു. പക്ഷെ മൈ ലൈഫിൽ നിന്നല്ല, ലോകത്തന്നെ പിത്തസഞ്ചിയിൽ മരുന്നില്ല. പിത്തസഞ്ചിയിൽ കല്ല് വന്നാൽ മരുന്നില്ല. അതിന് മൂത്രസഞ്ചിയിലും മൂത്രനാളിയിലും കിഡ്നിയിലും ഒക്കെ ആണെങ്കിൽ എത്ര വലിയ കല്ലും നമ്മൾ പൊടിച്ചു വെക്കും. പക്ഷെ പിത്തസഞ്ചിയിൽ വന്നാൽ ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ വിശ്വാസത്തോടെ 95-ഉം നമ്മുടെ യൂറിഫ്ലഷും ഡെയിലി ഡിറ്റോക്സും സ്പൈറലിനും ഒക്കെ കഴിച്ച് ശരീരം ഒന്നാണ് വെള്ളാക്കാൻ നോക്കിയപ്പോ കല്ലൊക്കെ ഉരുകി 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 പോയി. ഇപ്പൊ ചെറിയ അല്പം കല്ലുള്ളൂ, ബാക്കിയൊക്കെ പോയി. എന്റെ അടുത്ത് SGPT, SGOT-ന്റെ ഒരു പ്രശ്നം വന്നിരുന്നു ഇവിടെ അടുത്ത്. SGPT, SGOT ഒക്കെ 36-ന്റെ മുകളിൽ വന്നിട്ട് ശരീരം ചൊറിയാൻ തുടങ്ങി, രക്തം കേടുവരാൻ തുടങ്ങിയ ഒരു കേസ്. ഞാനത് ട്രീറ്റ്മെന്റ് കൊടുത്തു. കൃത്യം 3 മാസം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. 3 മാസം കഴിച്ച പുതിയ റിസൾട്ട് വന്നപ്പോ SGOT, SGPT ഫുൾ നോർമൽ ആയിട്ട് ഇന്നലെ മിഞ്ഞാന്ന് എനിക്ക് അതിന്റെ റിസൾട്ട് വിട്ടു തന്നു. നമ്മളെ ലിവാഗെയിൻ ലിക്വിഡും ലിവാഗെയിൻ ക്യാപ്സൂളും അതിന്റെ ഡെയിലി ഡിറ്റോക്സും കൊടുത്തപ്പോ അത് പൂർണ്ണമായിട്ടും മാറി. അവരുടെ ശരീരത്തിന് തിരിച്ചെടുക്കാൻ പറ്റി. ഇതൊന്നും ഒരു ചികിത്സയല്ല, ആരോഗ്യ പരിപാലനം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ SGPT എന്തിനാ നമ്മൾ ചെക്ക് ചെയ്യണത്? കരള് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്, നോർമൽ ആണോ അല്ലേ എന്ന് അറിയാൻ. ഇല്ല തോന്നിയാൽ ഉടനെ ലിവാഗെയിനും ലിവർ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ലിവൈൻ ക്യാപ്സൂളും 95-ഉം ഉടനെ കഴിക്കുക. 3 മാസം കഴിക്കുക. ശരിക്കും നിങ്ങളെ പ്രശ്നങ്ങൾ പൂർണ്ണമാക്കി മാറ്റാൻ പറ്റും. ലിവർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്നറിയോ? എന്നിട്ട് മുറിച്ചെടുത്താൽ അത്രയും പിന്നീട് ഉണ്ടായി വരും, അത്രയും മുറിച്ചാൽ അത്രയും ഉണ്ടായി വരും. അങ്ങനത്തെ ഒരു അവയവം ദൈവം സൃഷ്ടിക്കാൻ ഒരു കാരണം ഉണ്ടാവൂലേ? ലോകത്ത് വരാനിരിക്കുന്ന ഭക്ഷണ രീതികളിലെ നമ്മളുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നവും ഏറ്റെടുക്കേണ്ടത് ലിവറാണ് എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാ പഠിച്ചവൻ അത് മുറിച്ച് മാറ്റേണ്ടി വന്നാലും വേറെ ഉണ്ടാവുന്ന ഒരു സിസ്റ്റം വെച്ചത്. അതേപോലെ ലിവർ പോലെ തന്നെ ഹൃദയം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് SGOT-യും കൂടി നോക്കണം. SGPT നോക്കിയാൽ കരള് ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ടോന്നേ അറിയാൻ പറ്റുള്ളൂ. SGPT-യും SGOT-യും നോക്കണം. SGOT നോക്കിയാലാണ് കരളിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുക. കരളിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റണം. ഇത് രണ്ടും ശ്രദ്ധിക്കണം. എല്ലാവരും അത് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ കാലിന് ശരീരത്തിന്റെ 2ാം ഹൃദയം എന്നറിയപ്പെടുന്ന കാലിന്റെ മസിൽ ഉണ്ട്. കാലിന്റെ മസിൽ, ആ കാലിന്റെ മസിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കാലിന്റെ മസിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ മസിൽ ഇല്ലാതായി പോവാന്ന് ഭാവിയിൽ ഹൃദ്രോഗം ഉണ്ടാവുന്നതിന് തെളിവാ. കയ്യിനും കാലിനും മസിൽ ശോഷിച്ചു പോയാൽ അയാൾ ഭാവിയിൽ ഹൃദയരോഗം കൊണ്ട് പ്രശ്നപ്പെടാൻ സാധ്യത ഉണ്ട്. നമുക്കറിയാം, കാലിന്റെ അടിഭാഗത്ത് നിന്ന് ഒരു ഞരമ്പ് പിടിച്ചെടുത്തിട്ടാണ് ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്തിട്ട് ഹൃദയത്തിലേക്ക് മാറ്റി വെക്കുക. അവിടെ ഒരു ധമനി കേട് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി വെക്കുന്നത് ഇവിടെ നിന്ന് ഒരു ഞരമ്പ് എടുത്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഞരമ്പ് പിന്നെ എന്തിനാ? അതിന് പ്രത്യേക റോളൊന്നും ദൈവം കൊടുത്തിട്ടില്ല, വെറുതെ പടച്ചു വെച്ചതാണ്. മറ്റേ കാല് വെരിക്കോസ് വെയിൻ വന്നിട്ടോ അൾസർ വന്നിട്ടോ നഷ്ടപ്പെട്ടു പോയാൽ അത് തൽക്കാലം അവിടെ കട്ടായാൽ ഈ ഞരമ്പ് വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. അതുവരെ ദൈവം വെറുതെ വെച്ചതാണ്. ശാസ്ത്രം കണ്ടെത്തിയത് കൊണ്ടാണ് ശാസ്ത്രം ആ ഒരു ഞരമ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കണത്. ഇപ്പൊ ആവശ്യമില്ല എന്നർത്ഥം.
എന്നാലും അങ്ങനെ ആർക്കെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൗരവത്തോടെ ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് ഇപ്പൊ ഹൃദയത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ അതില്ല. അതുകൊണ്ട് വെരിക്കോസ് വരാതെ നോക്കണം. വെരിക്കോസ് വെയിൻ വരാതെ ഡെയിലി ഡിറ്റോക്സും ഹാർട്ടും ബ്ലഡ് പ്യൂരിഫയറും 3 മാസം 4 മാസം 5 മാസം കഴിക്കണം. നമ്മൾ ചായ കുടിക്കാൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ അതിനൊരു 20 ഉറുപ്പ് കൊടുക്കാൻ മടിയില്ല. ഇവിടെ ഒരു ക്യാപ്സൂളിന് 4 ഉറുപ്പ് കൊടുക്കാനാ മടി. കേടുന്നതിനെ നന്നാക്കി തരുന്ന ഒരു ക്യാപ്സൂളിന് 4 ഉറുപ്പ് കൊടുക്കാൻ മടിയാ. ശരീരം കേടെടുത്താൻ ചായയും കേടെടുത്താൻ കടിയും കേടെടുത്താൻ പൊറാട്ടയും കേടെടുത്താൻ വേണ്ടി നമുക്ക് ഒക്കെ വാങ്ങി കഴിക്കാൻ പൈസ കയ്യിലുണ്ട്. മനുഷ്യന്മാരെ ഒന്ന് ചിന്തിക്കണേ, ഒന്ന് മനസ്സിലാക്കണേ, അത്രേ പറയാൻ പറ്റും. ഞാനടക്കം, നിങ്ങളടക്കം, നമ്മളടക്കം ഒന്ന് ചിന്തിക്കാനാ ഞാനേ പറഞ്ഞത്. വേറെ അതിന്റെ അപ്പുറം ഒന്നും ഒരു ഭാഷ ഇതിനില്ല. പിന്നെ യൂറിൻ ഫങ്ഷൻ, യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്നാണ് പറയാ. URE എഴുതി വെച്ചോളൂ. URE അതൊരു ടെസ്റ്റ് ചെയ്യാൻ ഒരു 500 ഉറുപ്പ്യ കൊടുത്താൽ നടക്കുമെങ്കിൽ അത് ഇന്ന് ടോട്ടൽ ബോഡി ചെക്കപ്പിൽ അത് 500 ഉറുപ്പ്യ കൊടുത്താൽ നടക്കാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഇതാണ് കാണിച്ചു കൊടുത്തിട്ട് പറയാം, ഈ ടെസ്റ്റുകളൊക്കെ എനിക്ക് കിട്ടുമോ 500 ഉറുപ്പ്യക്ക് എങ്കിൽ ഇത് ചെയ്തോളി. നിങ്ങൾ കുറെ ടെസ്റ്റ് എടുത്തിട്ട് ആ കാണാപ്പാടം പഠിച്ചിട്ട് വേറെ ആരതൊക്കെ കോപ്പി അടിച്ചിട്ട് അത് ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വന്നിട്ട് അത് ഞാൻ വിശ്വസിക്കുന്നൊന്നും കരുതണ്ട. എനിക്ക് ഇതേപോലെ ഞാൻ വേറെ സ്ഥലത്ത് ടെസ്റ്റിന് കൊടുക്കും നാളെ. അപ്പൊ ആ റിസൾട്ടും ഈ റിസൾട്ടും ഒരുപോലെ ആവണം. നിങ്ങൾ കളവ് പറയാൻ നിൽക്കരുത് എന്ന് പറയണം അവർ. ഞാൻ 3-4 സ്ഥലത്ത്, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. 2-3 മക്കളാണ്. ആ സമയത്ത് 2-3 മക്കളായ സമയത്ത് അവന് കുട്ടികൾക്കൊക്കെ പനിയും ജലദോഷമൊക്കെ വന്നപ്പോ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് രക്തം ടെസ്റ്റ് ചെയ്യണം. രക്തം ടെസ്റ്റ് ചെയ്തു, മൂത്രം ടെസ്റ്റ് ചെയ്തു, ഒക്കെ ചെയ്തു. പിറ്റേ ദിവസം വേറെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ രക്തം ടെസ്റ്റ്, അപ്പൊ ഇന്നലെ രക്തം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ, അത് പോരെ ചോദിച്ചു. അത് പറ്റൂല, ഇവിടുന്ന് ഈ ലാബ് ഒന്ന് വേറെ നോക്കണം. അപ്പൊ പറഞ്ഞു അതെന്തിനാ സാർ, ഞാൻ ഇന്നലെ നോക്കിയത് ഏകദേശം അത് ശരിയാവൂലേ? അത് ശരിയാവൂല, ഒരിക്കലും ശരിയാവൂല. ഇത് നിങ്ങൾ തന്നെ വേറെ നോക്കണം. അയാൾ ഉണ്ടാക്കി വെച്ച മെഷീനും ആ ശമ്പളം കൊടുക്കാനും ആ സ്റ്റാഫിനും ഒക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അയാൾ അവിടെ തന്നെ നോക്കണ്ടേ? ചില ഡോക്ടർമാർ ഇപ്പൊ റിസൾട്ട് ഒന്നും കൊടുക്കൂല, ഇവിടെ തന്നെ വരട്ടെ അവരെന്ന് വിചാരിച്ചിട്ട്. കാരണം അപ്പുറം പോയാൽ വേറെ ടെസ്റ്റ് എടുപ്പിക്കുന്ന വിചാരിച്ചാൽ ആരും പോകില്ല. നിയമത്തിൽ തെറ്റാണ്. ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളെ റിസൾട്ട് പൈസ കൊടുത്തുണ്ടാക്കിയതാണ്, നിങ്ങളെ കയ്യിൽ വെച്ചോളൂ. അയാളെ ശരിയല്ല തോന്നിയ ഒഴിവാക്കണ്ടേ? ഒരു കല്യാണം കഴിച്ചാൽ പോലും മര്യാദക്കല്ല പെണ്ണ് തോന്നിയ ഒഴിവാക്കാൻ ഓപ്ഷൻ വേണ്ട. അല്ലാതെ ഇപ്പൊ എന്ത് ഇജ്ജ് കെട്ടിപ്പോയില്ല ഇനി ഇത് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയാൻ വല്ല ഓപ്ഷൻ ഉണ്ട്? ഡോക്ടർ ശരിയല്ലാതെ തോന്നിയ ഡോക്ടർ ഒഴിവാക്കണം. ശരിക്കും നിയമപ്രകാരം മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയാം, ഒരു ഡോക്ടർ അടുത്ത് ചെന്നിരുന്നിട്ട് ഡോക്ടർ മരുന്ന് എഴുതാനുള്ളതല്ല, ഡോക്ടർ നമ്മളെ പ്രശ്നം പറഞ്ഞ ഒരാളാണ്. മരുന്ന് എഴുതാനൊന്നും ഡോക്ടർക്ക് അവകാശമില്ല. നമ്മൾ ചിന്തിച്ചു പോയി ഡോക്ടർമാർക്ക് മരുന്ന് എഴുതാൻ അവകാശമുണ്ട്. ഒരു അവകാശമില്ല. അത് അതിനെപ്പറ്റി ബിഫാം ഒക്കെ പഠിച്ച ആളുകൾക്കുള്ള മാത്രം മരുന്ന് എഴുതാൻ അവകാശം. അത് ഡോക്ടർ ഒരാളെ വെച്ചോളണം, ഇയാളെ പ്രശ്നം ഇന്നതാണ്, ടെസ്റ്റ് ഇങ്ങനെ മനസ്സിലാവണം, അപ്പൊ അയാൾ പറഞ്ഞു കൊടുക്കും ഇന്ന മരുന്നാ കൊടുക്കേണ്ടത്, അപ്പൊ ഡോക്ടർ അത് എഴുതി കൊടുത്താൽ മതി. അല്ല ഡോക്ടർക്ക് ചിത്രം മരുന്ന് എഴുതാനുള്ള അവകാശമൊന്നുമില്ല. ശരിക്കും ഒരു രോഗിക്ക് ചോദിക്കാം, സാർ നിങ്ങൾക്ക് അനാട്ടമി ഫിസിയോളജിയിലൊക്കെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് 50 മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ തെരഞ്ഞെടുത്തോളി. അല്ലെങ്കിൽ 40 മാർക്ക് ഉണ്ടായിരുന്നു, തെരഞ്ഞെടുത്തോളി. എനിക്ക് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ നീച്ചു പോരി, വേറെ ഒന്നൊന്നുമില്ല, വിഷയമില്ല, അവിടെ ചർച്ചയില്ല. എനിക്ക് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിദഗ്ധനാണ് ഞാൻ അങ്ങനെ പഠിച്ചതാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്നും പറഞ്ഞ് അവിടെ ഇരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വേറെ ആളെ നോക്കാൻ നോക്കുക. നമ്മളെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന DBAക്കുള്ള യോഗ്യതകൾ എന്താണ്? അയാൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, നോമിനന്റ് അവാർഡ് വാങ്ങിയ ആളാണ്, B.Pharm-ല് ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, M.Pharm-ല് ഫസ്റ്റ് ക്ലാസ് ആണ്. M.Pharm-ല് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ ആളാണ്, B.Pharm-ല് ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അയാള് പിന്നെ നോമിനന്റ് അവാർഡ് വാങ്ങിയ ആളാണ്. 40-45 വർഷം RRD ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിരിക്കുന്ന ആളാണ്. ഹള്ള്, റാൻബാക്സി പോലത്തെ വലിയ വലിയ കമ്പനികളിൽ നേതൃത്വം നൽകിയ ആളുകളാണ്. അതേപോലെ തന്നെ യൂണിലിവർ, FMCG പ്രൊഡക്റ്റുകൾ, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് കസ്റ്റമർ ഗുഡ്സ്, ഏറ്റവും കൂടുതൽ ചെലവായിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളെ ഇന്ന് യൂണിലിവർ ആണ് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ഇത്രയും കാലം. അദ്ദേഹമാണ് മൈ ലൈഫിൽ നിന്നും ആജീവനാന്തം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അഗ്രിമെന്റ് തന്നതെങ്കിൽ അയാളങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രം ബുദ്ധിയും തൻ്റെ ഉള്ള ഒരു മാനേജ്മെന്റാണ് നമ്മളെ മാനേജ്മെന്റ്. അയാൾക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് നിലനിൽക്കുന്നവർ തന്നെ പോരെ.
അയാൾ ഡാബറിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചില്ലേ? ഡാബർ നാരായണ എന്നറിയപ്പെടുന്നു DBA. ഡാബർ എന്ന കമ്പനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചു കൊടുത്ത അദ്ദേഹം. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രം വലിയ തലയുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമുക്ക് നേതൃത്വം നൽകിയത്. ഇനി മരണം വരെ എത്ര പ്രൊഡക്റ്റ് നിർമ്മിച്ചാലും അത് മുഴുവൻ നിങ്ങൾ കണ്ടെത്തുന്നതൊക്കെ എത്ര ഭീമമായ സംഖ്യ കൊടുത്തും ഞങ്ങൾ അത് ഇറക്കും, സമൂഹത്തിൽ അത് എത്തിക്കുന്ന വാക്ക് കൊടുത്തപ്പോഴാണ് അദ്ദേഹം ഈ മൈ ലൈഫിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്, ഒപ്പിട്ട് കൊടുത്തത്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മരുന്നുണ്ടാക്കുമെന്ന്. അയാൾ പറയുന്ന പോലെ മരുന്ന് ഇറക്കണില്ല ആരും. കാരണം എന്താ? ഇന്ന രോഗം മാറണമെങ്കിൽ ഇന്നത് അതിൽ ചേർക്കണം, അതിന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. ചിലപ്പോ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ കേസർ, നമ്മുടെ എന്താ പറയാ, കുങ്കുമം, അത് ഇറാനിൽ നിന്ന് കൊണ്ടുവരണം, ഇറാനിയൻ കുങ്കുമം. അതേപോലെ നമ്മൾ ഡയബറ്റിക്കിന് ഉണ്ടാക്കുന്ന അല്ലിസിൻ എന്ന ഉൽപ്പന്നം ഇറ്റലിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഡോക്ടർ പീറ്റർ ജോസ്ലിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ പാറ്റന്റ് മെഡിസിൻ ഇന്ത്യയിലേക്ക് എത്തിച്ചത് മൈ ലൈഫാണ്, ഇവിടുന്ന് ഉണ്ടാക്കിയതല്ല. അതിന്റെ ഓരോ സിസ്റ്റങ്ങളും കമ്പനി വില കൊടുത്ത് വാങ്ങിയതാണ്. കോടികൾ ചെലവുണ്ട് കമ്പനിക്ക്. അങ്ങനത്തെ ഒരു കമ്പനി നമ്മളെ സ്നേഹിച്ച് കൂടെ നിൽക്കുമ്പോ ഡയബറ്റിക്കിന്റെ രോഗം മാറുന്നതിന് 2500 റുപ്യയെ എന്ന് ചോദിക്കല്ല. അത് പോയാൽ എനിക്ക് കോടികളാ നഷ്ടപ്പെടാൻ പോണത്. എനിക്ക് നിന്റെ വാപ്പാന്ന സ്ഥാനാ നഷ്ടപ്പെടാൻ പോണത്, എന്റെ ഭർത്താവ് എന്നുള്ള സ്ഥാനാ നഷ്ടപ്പെടാൻ പോണത്. നീ മയ്യത്താവാൻ പോവാണ്. അതിന് മുമ്പ് 2500 റുപ്യ ചെലവാക്കണേന് എന്താ കുഴപ്പം? അത് എത്തിച്ചു തന്നില്ല അയാള്, ഇവിടെ ആക്കി തന്നില്ല, എന്റെ മുമ്പിൽ വിളമ്പി തന്നില്ല. ഞാൻ വിളമ്പി വാരി കഴിക്കാൻ പറ്റൂല എന്നാണോ പറയണത്? ഇങ്ങനെ കുറെ പറയണെങ്കിൽ കുറെ നീണ്ട് പറയാനുണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഇത്തരം ടെസ്റ്റുകൾ നിർബന്ധമായി നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അതിൽ നമ്മൾ പറഞ്ഞത് ശരിക്കും കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ ഒന്ന് നോക്കിയാൽ തന്നെ അതിൽ HDL കൊളസ്ട്രോൾ, VLDL കൊളസ്ട്രോൾ, TGL കൊളസ്ട്രോൾ, അങ്ങനെ കുറെ ടെസ്റ്റ് ഉണ്ട്. അതില് ലിപ്പിഡ് പ്രൊഫൈലിന് എഴുതി കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്താൽ തന്നെ 500 റുപ്യോളം ആവും. കാരണം കൊളസ്ട്രോളിന്റെ ഫുൾ ലെവലും അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾ നല്ല കൊളസ്ട്രോൾ ആണ് HDL, നിങ്ങളെ ചീത്ത കൊളസ്ട്രോൾ ആണ് LDL. നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള രക്തത്തിന് പണി ചെയ്യാൻ സമ്മതിക്കാതെ, ഓടാൻ അനുവദിക്കാതെ അതിൽ പതപതകളായി കുമിളകളായി കെട്ടിക്കെടുക്കുന്ന സാധനമാണ് TGL, ട്രൈഗ്ലിസൈഡ്സ് കൊളസ്ട്രോൾ. അത് വന്നാൽ ഉറപ്പാ ബ്ലോക്കിന്റെ സാധ്യത കൂട്ടും. കാരണം നിങ്ങളെ രക്തം ഒരു പൈപ്പിൽ ഇങ്ങനെ എയർ ഒടുങ്ങിയ പോലെ ആവശ്യത്തിന് വെള്ളം കിട്ട് വരൂല. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കും, ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും. ഞങ്ങളിത് വരണോ എന്നൊക്കെയുള്ള സൗണ്ടൊക്കെ തരും, വെള്ളം കിട്ട് വരൂല, എയർ ഒടുങ്ങി ഉണ്ടാവും. എന്ന പോലെ നമ്മളെ രക്തം കണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ രക്തത്തിൽ പതപതയായി മുകളിലേക്ക് അതിങ്ങനെ വരും. അതാണ് ട്രൈഗ്ലിസൈഡ് കൊളസ്ട്രോൾ. പതയായി നിറഞ്ഞ് കുമിഞ്ഞു വരും. ഞാനൊക്കെ ചികിത്സ നടത്തുന്ന ആളാ. ഞാനൊക്കെ ഹിജാമ തെറാപ്പിസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കത് അറിയാം. ഓരോ രക്തത്തിന്റെയും കളറ്, രക്തം ചുവപ്പ്, ബ്രൗണ്, ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ, ഇങ്ങനെ പല കളറും ഉണ്ടാവും. ചില ആൾക്കാർക്ക് നല്ല പ്യൂർ റെഡ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് വൈറ്റ് കളർ ചേർന്ന് വരുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് ദുർഗന്ധം ഉണ്ടാവും. ഞങ്ങൾ ആയിരക്കണക്കിന് രക്തം കണ്ട് ചികിത്സിക്കുന്ന ആൾക്കാരാണ്. ആ മേഖല ഒക്കെ വിട്ടെറിഞ്ഞിട്ട് മൈ ലൈഫ് തെരഞ്ഞെടുത്ത് എന്തിനാ അറിയോ? ആൾക്കാരെ രക്തം എടുത്ത് ശുദ്ധിയാക്കാൻ പറയണ്ട, ഉള്ളതന്നെ തടിയിൽ ഓട്ടി ശുദ്ധിയാക്കിയാൽ മതി, എന്നിട്ട് വയറ്റിൽ ഇളക്കിയാൽ മതി, രക്തം ഒന്ന് ശുദ്ധിയാക്കി കൊടുത്താൽ മതി. അയാൾ പൈസ ചെലവാക്കാൻ തയ്യാറായാൽ മതി, അല്ലെങ്കിൽ വർഷങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറിയത്. നിങ്ങൾ കേൾക്കണമെങ്കിൽ കേൾക്കുക, ചെയ്യണമെങ്കിൽ ചെയ്യുക, അനുസരിക്കണമെങ്കിൽ അനുസരിക്കുക, പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞു തീർക്കുക. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇപ്പൊ ഈ മഴക്കാല രോഗങ്ങൾ വരുമ്പോൾ നിർബന്ധമായിട്ടും ഓരോരുത്തരുടെ വീട്ടിലും നിർബന്ധമായിട്ടും ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ ഒരു 95 കഴിക്കാം. എല്ലാവരും ഓരോന്നൊന്നും കഴിക്കാൻ ഞാൻ പറയില്ല. എനിക്ക് 95 എന്താണെന്ന് അറിയണത് കൊണ്ട് പറയാം. ഒരു സ്ലിപ്പ് കഴിച്ചാലും അതിന്റെ പൂർണ്ണ ഫലം തടിയിലുണ്ടാവും, പുറത്തുനിന്ന് പോകില്ല. അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരു 95 സമ്മാനമായിട്ട് ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ ഒരുമിച്ച് കഴിക്കുക. ആർക്കാണോ പനി വന്നതെങ്കിൽ അവൻ 2 എണ്ണം കഴിക്കുക, അത്രേ ഉള്ളൂ. അവൻ ഒരു ദിവസം 2 എണ്ണം കഴിക്കുക, പ്രതിരോധം നാം കൂട്ടിക്കൊടുക്കുക, വേറെ ഒന്നുമില്ല. എന്നാൽ ഈ വരുന്ന മഴക്കാലം മുഴുവനും രോഗം വരാതെ ആരോഗ്യപൂർണതയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതിനോട് കൂടെ നമുക്ക് ഡെയിലി ഡിറ്റോക്സ്, ദൈനംദിന ഡെയിലി ഡിറ്റോക്സിഫറായി ശരീരത്തിൽ മാലിന്യം കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മള് അക്വാറിയം ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു കല്ലേരി എന്നൊക്കെ പറഞ്ഞൊരു മീനുണ്ട് അല്ലെ. കല്ലേരി എന്നൊക്കെ പറയുന്നത് അറിയില്ല. അതിങ്ങനെ ഗ്ലാസ് ക്ലീനർ ആണ്. മുഴുവൻ ഇങ്ങനെ ഒരു പൗച്ച് പോലെ അതിങ്ങനെ ചളികളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും.
ചളികളൊക്കെ ഇങ്ങനെ ആ ഒരു അക്വേറിയത്തിന്റെ മുകളിലുള്ള ഗ്ലാസ്സുമുള്ള ചളി അത് നിന്നോടത്ത് ഒരു ചളി പോലും ഉണ്ടാവില്ല. അത് ആ ജീവിയുടെ പ്രത്യേകത. അങ്ങനത്തെ അക്വേറിയത്തിൽ ഒരു ചളി കളയുന്ന ഒരാൾ ഉണ്ടാവുന്നത് നല്ലതാ. അല്ലെങ്കിൽ ആ ഗ്ലാസ് ഒന്നും കാണാൻ വൃത്തിയില്ലാതായി, മീനുകളെ കാണാൻ ഭംഗിയില്ലാതായി, ആ ഒരു സിസ്റ്റത്തോട് നമുക്ക് വെറുപ്പ് വരും. പിന്നെ നമ്മളത് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കും. വെള്ളം മാറ്റിയാലേ അവർക്ക് ഈ ഓക്സിജന്റെ അവസ്ഥ മാറുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ മീൻ ചത്തുപോകും. നമ്മൾ വിചാരിക്കാം മീൻ വെള്ളം മാറ്റി കൊടുക്കൽ നല്ല ഭംഗിയുള്ള കാര്യമല്ലേന്ന്. അങ്ങനല്ല. വെള്ളം കേട്ടില്ലാതിരിക്കാൻ മോട്ടോർ വെക്കുക വേണ്ടത്. അത് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പഞ്ഞി ഊരി അതൊന്നാണ് കഴുകി കൊടുത്ത് സ്പോഞ്ച് കഴുകി കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ സിസ്റ്റം. നമ്മളുടെ ചിന്തയിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രോഗിയാവുന്നത്. നിങ്ങളോട് ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, നല്ല പച്ചമുളകിന്റെ ഉള്ളിൽ കുരു കളഞ്ഞിട്ട്, അതേപോലെ തന്നെ നല്ല ബീട്രൂട്ട്, ഇതൊക്കെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യും, ചെറിയ രൂപത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് കഴിക്ക്. അത് കൂടുതൽ കഴിക്ക്. അല്പം ഒരു പിടി ഭക്ഷണം ചോറ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് അനുസരിക്കൂലെങ്കിൽ പിന്നെ വരാനുള്ളത് രോഗം തന്നെ. ഇലകൾ, ചീര ഇലകൾ, കറികൾ, പച്ചക്കറികൾ പകുതി വേവിൽ സ്ഥിരമായിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. എന്നാണോ നിങ്ങൾക്ക് ശോധന 2 നേരമായി തൃപ്തിപ്പെട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പോയി തീർന്നത്, എന്നാണോ നിങ്ങളുടെ മലം വെള്ളത്തിൽ പൊന്തിക്കിടുന്നത്, അന്നാ നിങ്ങൾ രോഗിയല്ലാതായത്. അതുവരെ നിങ്ങൾ രോഗിയാണ്. ഏത് വലിയ ട്രെയിനറായിട്ടും കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ വയറ് നിങ്ങളോട് കളവ് പറയുന്നു, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് കളവ് പറയുന്നു, നിങ്ങളുടെ രക്തം നിങ്ങളോട് കളവ് പറയുന്നു, നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളെ വഞ്ചിക്കുന്നു. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണോ എങ്കിൽ അകത്തേക്ക് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. എന്നാലേ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യാം. അതിന്റെ ഒപ്പം കൊളസ്ട്രോൾ ടെസ്റ്റ് ഒന്ന് ചെയ്താളേ. അതിന് ലിപ്പിഡ് പ്രൊഫൈലിന് എഴുതാം വേണമെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ HDL, LDL, VLDL കൊളസ്ട്രോൾ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാലും മതി. പക്ഷെ അതിൽ ഇത് പെട്ടു. അതുകൊണ്ട് പൈസ പോയാലും വേണ്ടില്ല, 1000 രൂപ അതിലേക്ക് മാറ്റി വെച്ച് മൊത്തം ടെസ്റ്റ് എടുത്താലും വേണ്ടില്ല, നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ 200 വരെയുള്ളതൊന്നും നിങ്ങൾ ടെൻഷൻ അടിച്ച് കാണരുത്. 200 വരെയുള്ള പ്രമേഹം ഒന്നും ഒരു വലിയ പ്രമേഹമല്ല. അതിന്റെ അടിയിലുള്ളതൊക്കെ ഡോക്ടർമാർ പ്രമേഹമാണ് നമ്മളോട് പറയും. അത് ഡോക്ടർമാരല്ല, അത് ബിസിനസ്മാൻമാരാണ്. അത് ബിസിനസ്മാൻമാരാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, കേരളത്തിൽ ഹോസ്പിറ്റൽ കുറ്റം പറയല്ല, യാഥാർത്ഥ്യം പറയും. അവരൊക്കെ അമേരിക്കനിൽ നിന്നുള്ള വലിയ പരീക്ഷണശാലകൾ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ അതിനെപ്പറ്റി റിസർച്ച് നടന്നതിന്റെ പിറകിൽ, ഇങ്ങനൊക്കെ ആയതിന്റെ പിറകിലുള്ള റിസർച്ചിങ്ങും ഉടനെ തന്നെ നടക്കാൻ തുടങ്ങിയപ്പോ അവർ കണ്ടെത്തി ഡെത്ത് റേറ്റ്, മനുഷ്യരുടെ മരണം കൂടിയെന്ന്. കാരണം ഈ കിടക്കുന്ന രോഗിക്ക് രോഗം മാറണം എന്നുള്ളത് ഒരിക്കലും അവരുടെ ഉദ്ദേശത്തിലില്ല. എത്രമാത്രം പൈസ അയാളിൽ നിന്ന് പല ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്, എടുക്കാൻ പറ്റുമോ, അതിനാണ് അവർ വന്നിട്ടുള്ളത് ഇവിടെ ഇന്ത്യയിൽ. അൽഷിഫ പോലും അതിൽ പെട്ടുപോയി. അൽഷിഫയിലേക്കൊക്കെ ആളുകൾ ഒഴുകിയിരുന്നത് ഇപ്പൊ നിന്ന് തുടങ്ങി. കാര്യം മനസ്സിലായോ? നിങ്ങൾ അന്ന് വരെ പോയിരുന്ന കുടുംബ ഡോക്ടറോട് ചോദിക്ക്, ഇത്രയും വർഷം നിങ്ങളടുത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ 500 രൂപയിൽ തീർന്നിരുന്ന കേസ് ഇപ്പൊ 4000 ആയത് എങ്ങനെയെന്ന് ചോദിക്ക്. അതാണ്, പല ടെസ്റ്റും ചെയ്തോളണം, പല അഡ്മിറ്റും കൊടുത്തോളണം, പല ഓപ്പറേഷനും വിധിച്ചോളണം എന്നുള്ള നിയമം വന്നുപോയി. അതാണ് നിങ്ങളെ കാക്കുക. നിങ്ങൾ ഓടുക, ആരോഗ്യത്തിലേക്ക് ഓടുക, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക. ആ രക്ഷപ്പെടുന്ന സമയത്ത് ഒരു പക്ഷെ കുപ്പായം കീറും, നോക്കണ്ടട്ടോ, ബ്ലൗസ് കീറും, ടെൻഷൻ അടിക്കണ്ടട്ടോ. നിങ്ങൾ ആരോഗ്യത്തിലേക്കാണ് ഓടുന്നത്. നിങ്ങൾ തീ പിടിച്ച് നിൽക്കുകയാണിപ്പോ. തീ പിടിച്ച് നിൽക്കുമ്പോ അതിന് കൊതറുമ്പോ സാരി കീറൂലേന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കല്ലേ ചെയ്യാ. തീ പിടിച്ച് തീരാനല്ല നിൽക്കേണ്ടത്, സാരി തീരും നോക്കല്ല അവിടെ എന്റെ പിന്നെ ഫർദ് കരിയിലേ നോക്കി ഇരുന്നിട്ട് ഫർദനെ രക്ഷപ്പെടുത്തല്ല ചെയ്യണ്ടേ. ശരീരത്തിനെ, ഹൃദയത്തിനെ, കരളിനെ, മനസ്സിനെ രക്ഷപ്പെടുത്തുക. അവിടേക്കാണ് ഓടേണ്ടത്. അവിടേക്ക് ഓടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. എന്തായിരുന്നാലും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു, ഓരോ പ്രൊഡക്റ്റുകളും പറയണമെന്നുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റിലേക്ക് വരലല്ല ഞാനെന്ന് ഉദ്ദേശിച്ചത്. മനുഷ്യൻ എവിടെയാണോ കുടുങ്ങിക്കിടക്കുന്നത് ആ മുള്ളിൽ നിന്ന് അവനെ വേർതിരിച്ചാൽ മാത്രമാണ് എന്റെ ക്ലാസ് കൊണ്ട് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആവശ്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം, പ്രവർത്തിക്കാം, വലിയ വിജയങ്ങളാക്കി തീർക്കാമെന്ന് മാത്രമേ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മാനുഫാക്ചർ മാർക്കറ്റിംഗ്.